കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറി പ്രശസ്തമായ പറമ്പിക്കുളങ്ങര ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ള ഒരു വീട് നമുക്കിന്ന് കാണാം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ, ഭയങ്കര പോസിറ്റീവ് വൈബാണ്. 2 മാവുണ്ട്, ഫുൾ പച്ചപ്പാണ്. അപ്പോൾ ഇത് ഒരു 15 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നേരെ പോയിട്ട് വീടിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം. പുറത്ത് കാണുന്നത് പോലെയാണ് അകത്തോട്ടോ, നല്ല ഇന്റീരിയർ വർക്കൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ ഫുൾ ഫർണിഷ്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ സ്റ്റെയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോർമലി കാണുന്ന പോലെയല്ല. അതേപോലെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഫ്ലോറിങ് വെച്ചിട്ടുണ്ട്. അത് ഡേ ലൈറ്റ് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഈ വീടും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴത്ത് വരുന്നത് 2 റൂമും ഒരു കിച്ചണും ആണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ പോയി കാണാം. ഇത് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ ആണ്. ഫുൾ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡേൺ കിച്ചൺ ആണ്. അത്യാവശ്യം വെട്ടം വെളിച്ചൊക്കെയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷനും കൂടിയും പോയിട്ടുണ്ട്. ഇത് നമ്മുടെ താഴത്തെ ഒരു ബെഡ്റൂമാണ്. ഇതും ഫുൾ ഫർണിഷ്ഡ് ആണ്. ഒരു ഫുൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതിലും ഫുൾ ഫർണിഷ്ഡ് ആണ് എല്ലാം. പിന്നെ എല്ലാ റൂമുകളിലും നല്ല രീതിയിൽ വെട്ടം വെളിച്ചം വരുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഡേ ലൈറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മഴയൊക്കെ വരുമ്പോൾ കാണാനൊക്കെ വളരെ നല്ല ഭംഗിയുണ്ടായിരിക്കും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടുന്ന് റൈറ്റിലും ലെഫ്റ്റിലേക്കും നമുക്ക് 2 എക്സിറ്റ് ഉണ്ട്. ഒന്ന് ബാൽക്കണിയിലേക്കും ഒന്ന് വർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാൽക്കണി നമുക്കൊന്ന് കാണാം. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പ്രശസ്തമായ പറമ്പിക്കുളങ്ങര ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന കുളവുമാണ് അത്. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ട്. അതൊരു വർക്ക് ഏരിയ ആണ്. നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റിയൊരു അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനോ തുണികളൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇടാൻ പറ്റും. ഈ വീട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും നല്ല രീതിയിലേക്ക് വെട്ടം വെളിച്ചം വരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുകളിലത്തെ റൂം. ഇത് വിത്ത് അറ്റാച്ച്ഡ് ആണ് ആൻഡ് എയർ കണ്ടീഷണറും ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വിൻഡോ സൈഡിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോൾ ആ ക്ഷേത്രവും കുളവും കാണാമെന്ന്. ഈ റൂമിൻ്റെ വിൻഡോസൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കണ്ട പോലെ ആ കാണുന്ന ആ ഒരു അമ്പലവും ആ കുളമാണ് നമുക്കിരുന്ന് കാണാൻ പറ്റുക. നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു അമ്മിക്കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലോറൊക്കെ നന്നായി ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടി ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. നമുക്ക് ബാക്കിൽ അതേപോലെ സർവൻസിന് പറ്റിയൊരു റൂമുണ്ട്, അതുപോലെ വാഷ്റൂമുണ്ട്. ഉള്ള സൗകര്യത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മറ്റു വിശേഷങ്ങൾ നമ്മളെല്ലാം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. മറ്റൊരു മനോഹരമായ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.